Almighty to seek His abundant blessings. I invite the school choir for prayer. Showers of blessing, this is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing we need. Mercy to showers of falling, but for the showers we pray. Now, we would like to welcome you all to this wonderful occasion. I invite Fiona Sibi to deliver the welcome speech. Good afternoon to all, respected Vice Principal, Sister Jenny Maria, teachers, and my dear friends. Trust your mother. God will hear the mother's request, like the baby's request. Wisdom and purity should be spiritual food, like food for natural growth. Laziness fosters evil habits. Let your friends be those who love God. I'm extremely pleased to address you all at this celebration. Welcome your friends. Thank you. With immense pleasure and utmost respect, I would like to invite our Vice Principal, Sister Jenny Maria, to convey a message about St. Chavra. We are gathered here to commemorate the memory of Saint Chavara. I think that all of you have seen Saint Chavara either in the picture or in the statue. Have you? And also you have seen the drawings or the pictures of Saint Euphrasia as well. Along with that, Saint Chavara became a saint. Even though he was doing a lot of things, he became a saintly person. That is an important thing. So I think that is a message to all of us. Even if you are, doing a lot of things, still you can have a dedicated and also a saintly life. Another example in our friend is Saint Euphrasia. She was a very different person compared to Saint Chavara. She led a very secret life in a convent. She said many rosaries and was nearer to Jesus every time. So I think these two people shows two different phases of sanctity. One led a very active life, and then led a very saintly, very secret life. I would like to invite Elsa Payal for enlightening us with her paper presentation. നമസ്കാരം. നവോത്ഥാന നായകനായ വിശുദ്ധ ചാവറ പിതാവ്. സഭാപിതാവ് എന്ന നിലയിൽ നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. കുട്ടനാട്ടിലെ ചേന്നഗിരി ഇടവകയിൽ കൈനഗരി ചാവറ കുടുംബത്തിൽ 1805 ഫെബ്രുവരി 10 അദ്ദേഹം ജനിച്ചു. 10ാം വയസ്സിൽ സെമിനാരിയിൽ ചേർന്ന് 1829 പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ സർവ്വതോന്മുഖമായ പുരോഗതി സ്വപ്നം കണ്ട ഒരു വ്യക്തിത്വമായിരുന്നു. കേരളത്തിന്റെ മത, സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിൽ അദ്ദേഹം പങ്കുവച്ച സംഭാവനകൾ കണക്കിലെടുക്കുമ്പോൾ കേരള ചരിത്രത്തിൽ നവോത്ഥാന നായകനായും സാമൂഹിക പരിഷ്കർത്താവായും അദ്ദേഹം മാനിക്കപ്പെടുന്നു. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ജാതിയുടെ പേരിലുള്ള അനാചാരങ്ങളും ഉച്ച നീചത്വങ്ങളും കൊണ്ട് കലുഷിതമായിരുന്നു. ആ സന്ദർഭത്തിൽ അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന തിന്മകൾക്കെതിരെ പോരാടാനായുള്ള ഏറ്റവും ശക്തമായ ആയുധമായി ചാവറ പിതാവ് വിദ്യാഭ്യാസത്തെ ഉപയോഗിച്ചു. സവർണ വിദ്യാലയങ്ങളിൽ അവർണർക്ക് പ്രവേശനം നിഷിദ്ധമായിരുന്ന കാലത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചുകൊണ്ട് ജാതി മത ഭേദമന്യേ ഏവർക്കും പ്രവേശനം അനുവദിച്ചു. 1846 മാന്താനത്ത് സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയത്തിലൂടെ അദ്ദേഹം തന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. ഓരോ പള്ളിയോടുമനുബന്ധിച്ച് ഒരു പള്ളിക്കൂടം എന്ന പദ്ധതിയിലൂടെ ഏവർക്കും വിദ്യാഭ്യാസം എന്ന ആശയം അദ്ദേഹം നടപ്പാക്കി. കുട്ടികൾക്ക് ഭക്ഷണം, വസ്ത്രം, പുസ്തകം എന്നിവ അദ്ദേഹം സൗജന്യമായി ലഭ്യമാക്കി. ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിനായി അദ്ദേഹം സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണം നടപ്പിലാക്കി. അനാഥരെയും അഗതികളെയും സംരക്ഷിക്കുന്നതിനായി 1869 കുട്ടനാട്ടിലെ കൈനഗരിയിൽ ഒരു ഉപവിശാല അദ്ദേഹം സ്ഥാപിച്ചു. ചാവറയച്ചൻ സ്ത്രീകളെ, പ്രത്യേകിച്ച് ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനായി യത്നിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി കേരളത്തിലെ ആദ്യ സന്യാസി സമൂഹമായ CMC സഭ അദ്ദേഹം സ്ഥാപിച്ചു. ഒന്നിച്ച് താമസിച്ച് പഠിക്കുന്നതിനായി കോൺവെന്റിനോട് ചേർന്ന് ബോർഡിംഗ് സ്കൂൾ, തൊഴിലഭ്യസിക്കാനുള്ള ശാലകൾ എന്നിവയും ആരംഭിച്ചു. അച്ഛൻ വിപ്ലവത്തിലൂടെ തുടങ്ങിവെച്ച സാമൂഹിക പരിഷ്കരണത്തിന് ഊർജ്ജം പകരാൻ അച്ഛന് മാധ്യമങ്ങൾ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ ചാവറ പിതാവ് മാന്നാനത്ത് ഒരു അച്ചടിശാല സ്ഥാപിച്ചു.
പുരുഷന്മാർക്കായി കേരളത്തിലെ ആദ്യ തദ്ദേശീയ സന്യാസ സമൂഹമായ CMI സഭ അദ്ദേഹം സ്ഥാപിച്ചു. 1869 ചാവറ പിതാവ് എഴുതിയ കുടുംബങ്ങൾക്കുള്ള മാർഗരേഖ ഒരു നല്ല അപ്പന്റെ ചാവറു കുടുംബങ്ങളിൽ മാതാപിതാക്കളുടെയും മക്കളുടെയും കടമകൾ, വ്യക്തികളിൽ വളർത്തിയെടുക്കേണ്ട സനാതന മൂല്യങ്ങൾ, കുടുംബങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്നിവയിലൂടെ കുടുംബ നവോത്ഥാനത്തിന് അദ്ദേഹം വഴിയൊരുക്കി. മലയാള സാഹിത്യ രംഗത്തും ചാവറയച്ചൻ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അദ്ദേഹം രചിച്ച അനസ്താസ്യയുടെ രക്തസാക്ഷിത്വം, ധ്യാനസല്ലാപങ്ങൾ, ആത്മാനുതാപം, നാളാഗമങ്ങൾ തുടങ്ങിയ സാഹിത്യ രചനകളിലൂടെ സഭയിലും സമൂഹത്തിലും കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. കേരളത്തിന്റെ മത, സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുക്കുമ്പോൾ കേരള ചരിത്രത്തിൽ നവോത്ഥാന നായകനായും സാമൂഹിക പരിഷ്കർത്താവായും അദ്ദേഹം ഇന്നും വിളങ്ങി നിൽക്കുന്നു. നന്ദി. പുഞ്ചിരി തൂകി വിരിഞ്ഞൊരു ചെറുസൂരം, പരിമളമേകും പാവനമാം സൂനം, വിശുദ്ധനാം കുര്യാക്കോസ് ഏലിയാസ്, ചാവറ കുര്യാക്കോസ് ഏലിയാസ്. വിനീതനാകും നിൻ സുതരിവരും ചൊരിയുവാനുലവർഷം, വിശുദ്ധ ചാവറനാഥാ. പുണ്യപിതാവേ, വിശുദ്ധമണിയേ, അനുപദം ഞങ്ങളും ഗ്രഹിച്ചിടട്ടെ. ദർശനസിദ്ധിയിൽ നന്മകൾ നവമാതൃക ഞങ്ങൾക്ക് പൊൻവെളിച്ചം. വിശുദ്ധ
പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്നേഹത്തിൻ ബലദീപം നീ, ദീപം നീ, ദീപം നീ. മലയാളത്തിൽ പുണ്യം നീ, പുണ്യം നീ, പുണ്യം നീ. സ്നേഹത്തിൻ ബലദീപം നീ, മലയാളത്തിൽ പുണ്യം നീ. കാലത്തിൻ മണിഗോപുരമേ, കാക്കുലങ്ങളെ എന്നും നീ. കാലത്തിൻ മണിഗോപുരമേ, കാക്കുലങ്ങളെ എന്നും നീ. കാക്കുലങ്ങളെ എന്നും നീ. വിശുദ്ധനാം കുര്യാക്കോസേനയാ, ചാവനാം കുര്യാക്കോസേനയാ. ജീവിതമർപ്പിച്ചു കർമ്മരമാവിൻ തിരുമടിയിൽ തന്നെ സമർപ്പിച്ചു. കേരള സഭയിൽ പൂരമ്മാവിൽ മാനാനം കൊണ്ടിൽ പാവനമാകും കർമ്മര സഭയുടെ മേൽ കിടപ്പിച്ചു. വിശുദ്ധനാം കുര്യാക്കോസേനയാ, ചാവനാം കുര്യാക്കോസേനയാ. വിശുദ്ധനാം കുര്യാക്കോസേനയാ, ചാവനാം കുര്യാക്കോസേനയാ. First of all, thank our vice principal, Sister Jenny Maria. Thank you, sister, for always being there with us and guiding us. Second of all, I would like to take a moment to appreciate the efforts, the coordination and cooperation of our teachers who organized this event. Thank you, teachers, very much.